മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിലാണ് നമ്മൾ. ഈ വർഷം അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും വർഷമായി മാറുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. 23-ാം സങ്കീർത്തനം 6-ാം തിരുവാക്യം, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. സങ്കീർത്തകനായ ദാവീദിന്റെ വലിയ പ്രത്യാശയായിരുന്നത്, കർത്താവേ, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ഈ പ്രത്യാശയാണ് നമ്മുടെ ഹൃദയത്തിന് ആവശ്യം. കർത്താവേ, നിന്റെ നന്മ എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരും. ഈ ഒരു പ്രത്യാശയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെയും നമ്മുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ടിറങ്ങി 10,000-ങ്ങളിൽ നിറയപ്പെടുന്ന സമയം. ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി മാറുവാൻ, ഈ പുതുവർഷം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വർഷമായി മാറുവാൻ, നമ്മുടെ ദുഃഖ ദുരിതങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ തകർച്ചകളിൽ, മനസ്സിന്റെ ഭാരങ്ങളിൽ കർത്താവിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന്, നമ്മളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലത് കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. കർത്താവിന്റെ കരുത്തുറ്റ കരങ്ങളാൽ ഈ സമയം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം, സുഖപ്പെടുത്തുന്ന സമയം, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയം. വലിയ വിശ്വാസത്തോടെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ അവിടുത്തെ ബലമുള്ള കരങ്ങൾ ഞങ്ങൾക്കായി നീട്ടിത്തരണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ വർഷം അനുഗ്രഹത്തിന്റെയും കൃപയുടെയും നിറവിന്റെയും വർഷമായി മാറുവാൻ ഒരു കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരണമേ, ഈ ശുശ്രൂഷയിലേക്ക് വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് വരണമേ. Come Holy Spirit. വലിയ ദാഹത്തോടെ കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. ആത്മാവേ, അടഞ്ഞ വാതിലുകള്, അടഞ്ഞു പോയ വഴികളെ ഞങ്ങൾക്കായി തുറന്നു തരണമേ.
അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. അടഞ്ഞ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. എല്ലാവരും ചേർന്ന് പെയ്യട്ടെ. ചെങ്കടൽ പ്രതിബന്ധം തീർത്ത് മുന്നിൽ ഉയർന്നപ്പോൾ ഫറവോ സൈന്യം വീതി ഉയർത്തി പിന്നിൽ നിരന്നപ്പോൾ ഒരു പ്രതികൂലത്തെ നമ്മൾ ഭയപ്പെടേണ്ട. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ വർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ഈ സത്യം മനസ്സിലാക്കി ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഫറവോ സൈന്യം വീതി ഉയർത്തി പിന്നിൽ നിരന്നപ്പോൾ പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു പാത തുറന്നവരെ അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണമേ. പ്രതികൂലത്തിൻ നടുവിൽ ആഗ്രഹത്തോടെ കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ ഈ പുതുവർഷത്തിൽ ഞങ്ങളെ അത്ഭുതകരമായി നയിക്കണമേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. വലിയ ശക്തിയോടെ കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. സകല കുടുംബങ്ങളിലും എല്ലാ കൂട്ടായ്മകളിലും പരിശുദ്ധാത്മാവിന്റെ അഗ്നിമഴ പെയ്യട്ടെ. പെയ്തിറങ്ങട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. റൂഹ പെയ്യട്ടെ. പെയ്യട്ടെ. റൂഹ പെയ്യട്ടെ. എല്ലാ ദൈവങ്ങളുടെ മേലും ഞങ്ങളെല്ലാ ആവശ്യങ്ങളുടെ മേലും പരിശുദ്ധാത്മാവേ റൂഹ പെയ്യട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഒരു അത്ഭുതത്തിന്റെ കരങ്ങൾ ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ഞങ്ങൾക്കായി നീട്ടിത്തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. അത്ഭുതത്തിന്റെ അഭിഷേകമായി, കൃപയുടെ അഭിഷേകമായി, ദൈവശക്തിയുടെ അഭിഷേകമായി, ദൈവകൃപയുടെ അഭിഷേകമായി ആയിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകള് യേശു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗമുഖങ്ങള് യേശു നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. ശാപബന്ധനങ്ങള് യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങൾ ഞങ്ങൾക്കായി നീട്ടിത്തരണമേ. ഞങ്ങളെ കരങ്ങൾ പിടിക്കുകയാണ്. ഞങ്ങളുടെ തകർച്ചകള്, ദുഃഖ ദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, വിട്ടുമാറാത്ത രോഗപീഠകളിൽ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരം തരണമേ. ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ തക്കവിധം അവിടുത്തെ കരുത്തുറ്റ കരങ്ങൾ ഞങ്ങളെ മേൽ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. താങ്ക് യു, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഈ വർഷാരംഭത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, 2018 ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി മാറുവാൻ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്ന ആലോചനകൾ സന്തോഷത്തോടെ സ്വീകരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വഴി നടത്തുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഇന്ന് അനേകം ആയിരങ്ങള് വിവിധങ്ങളായ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ്.
കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയങ്ങളെ ഓർത്ത്, വിവിധങ്ങളായ തകർച്ചകളെ ഓർത്ത്, കഷ്ടതകളെ ഓർത്ത്, ദുരിതങ്ങളെ ഓർത്ത് എന്ന് വേണ്ട, അനേകം കാര്യങ്ങളെ ഓർത്ത് ആയിരങ്ങൾ ഇന്ന് ഭാരപ്പെടുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകുകയോ കീറുകയോ ചെയ്തില്ല. ഇതെന്തുമാത്രം അത്ഭുതകരമാണ്. നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ ഒന്ന് നോക്കിക്കേ. മാതാപിതാക്കള് ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു കുട്ടി ഉടുപ്പ് അണിയിപ്പിക്കുകയാണ്. ആ കുട്ടി വളരുന്നതോടൊപ്പം ഈ ഉടുപ്പും വലുതാവുകയാണ്. 40 വർഷക്കാലം ഒരേ ഒരു വസ്ത്രം ഇസ്രായേൽക്കാർ ധരിക്കുകയാണ്. ആ വസ്ത്രം പഴകുകയോ കീറുകയോ ചെയ്തില്ല. കാരണം അതിന്മേൽ കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിപാലനയുടെ, ദൈവം നടത്തുന്ന വഴികൾ എത്ര അത്ഭുതകരമാണെന്ന് ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു തീർന്നില്ല. ഇസ്രായേൽക്കാർക്ക് ജനിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കള് ആ കുഞ്ഞിൻ്റെ ആ ചെറിയ കാലിൽ പാദത്തിൽ അണിയിച്ച ഒരു കുട്ടിച്ചെരുപ്പ്, ആ പാദം വളരുന്നതോടൊപ്പം ഈ ചെരുപ്പും വളരുകയാണ്. 40 വർഷക്കാലം അവർ ഒരേ ഒരു ചെരുപ്പ് ധരിച്ചു. അത് തേഞ്ഞു തീരുവാൻ കർത്താവ് അനുവദിച്ചില്ല. തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ വ്യക്തമായി ദൈവം അറിഞ്ഞിരുന്നു. ആ മരുഭൂമിയിൽ അവർക്ക് വസ്ത്രം വാങ്ങുവാനോ വസ്ത്രം ഒരുക്കുവാനോ യാതൊരുവിധ സംവിധാനങ്ങളുമില്ല. ഇത് ദൈവത്തിനറിയാം. അത്ഭുതകരമായി തൻ്റെ ജനത്തെ കർത്താവ് വഴി നടത്തുകയാണ്. വഴി നടത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ചിത്രമാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവാക്യം എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. ഈ പുതുവർഷത്തിൽ കർത്താവ് ഈ വചനം നമുക്ക് തരുമ്പോൾ അതിൻ്റെ പുറകിൽ അവിടത്തേക്ക് വലിയൊരു ഉദ്ദേശമുണ്ട്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനത്തിലൂടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ തൊടുകയാണ്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറ്റുവാൻ, നമ്മുടെ തകർച്ചകൾ ഉയർച്ചകളാക്കുവാൻ, നമ്മുടെ അസാധ്യതകളെ സാധ്യതകളാക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ജെറമിയ പ്രവചനം 1-ാം അധ്യായം 12-ാമത്തെ വചനം. ദൈവത്തിന് തിരുവെഴുത്ത് പറയുകയാണ്, എൻ്റെ വചനം നിവൃത്തിയാക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. എൻ്റെ വചനം നിറവേറപ്പെടുന്നത് കാണുവാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. കർത്താവ് ഓരോ വചനത്തിനും ഒരു ഉദ്ദേശം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കാരണം വചനം യേശു തന്നെയാണ്. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ ഓരോ വചനത്തിൻ്റെ പുറകിലും കർത്താവ് ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുമാത്രം നമുക്ക് ആനന്ദം നൽകുന്ന ഒരു സദ്വാർത്തയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യാശയോടെ കർത്താവിൻ്റെ വചനങ്ങളുടെ മുൻപിൽ നമുക്കായിരിക്കാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം നമ്മളെല്ലാം ഒരുപാട് പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണിത്. കർത്താവ് തന്റെ ജനത്തെ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ വീണ്ടെടുത്ത് ഫറോയുടെ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിപ്പിച്ച് വാഗ്ദാന ദേശത്തേക്ക് അവരെ നയിക്കുകയാണ്. ഈ വിശ്വാസയാത്രയിൽ അവർ ചെങ്കടലിന് മുൻപിലെത്തി.
അവർ ചെങ്കടലിനടുത്ത് കൂടാരം അടിച്ചിരിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അവർ കാണുകയാണ്, പുറകിൽ നിന്ന് ഫറവോയുടെ സൈന്യം പാഞ്ഞു വരികയാണ്. രക്ഷപ്പെടാൻ വേണ്ടി അവർ മുൻപോട്ട് ഓടിയപ്പോൾ മുൻപിൽ ചെങ്കടലാണ്. ഇനി ഇടതും വലതും ഓടി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ ഇരുവശങ്ങളിലും കണ്ണാത്ത ദൂരത്ത് മരുഭൂമിയാണ്. അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഈ മരുഭൂമി ഞങ്ങളെല്ലാം ചത്തുവിടാൻ പോവുക, ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾ തീരാൻ പോവുകയാണ്. അവർ മോശയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, മോശേ, എന്ത് ചതിയാ നീ ഞങ്ങളോട് ചെയ്തത്? ഈജിപ്തിൽ ശവകുഴിക ഇല്ലാഞ്ഞിട്ടാണോ ഈ മരുഭൂമിയിൽ കൊല്ലുവാൻ ഞങ്ങളെ നീ കൊണ്ടുവന്നത്? എന്നാൽ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ പ്രവാചകനായ മോശ ദൈവജനത്തോട് പറയും, പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവാക്യം, നിങ്ങളിപ്പോൾ കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കർത്താവ് യുദ്ധം ചെയ്യും. ഇതൊരു പ്രൊഫറ്റിക് മെസ്സേജ് ആണ്. ദൈവത്തിന്റെ ശബ്ദം പ്രവാചകനായ മോശ ജനത്തെ അറിയിക്കുകയാണ്. ഇതിനുശേഷം ഹൃദയം നുറുങ്ങി മോശ കർത്താവ് നോക്കി വിളിക്കും, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവം വിളിക്കും, മോശ, നീ വടി കയ്യിലെടുത്ത് നീ കടലിനെ വിഭജിക്കുക, നീ ചെങ്കടലിനെ വിഭജിക്കുക. അതിനുള്ള അഭിഷേകം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. വരണ്ട നിലത്തിലൂടെ ജനം കടന്നു പോകട്ടെ. 14-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുന്നുണ്ട്, മോശ കടലിന് മീതെ തൻ്റെ കരം നീട്ടുകയാണ്. കർത്താവ് ശക്തമായൊരു കാറ്റയക്കുകയാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ആ ചെങ്കടലിലേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ, എൻ്റെ സഹോദര സഹോദരി, ദൈവം വഴിയായിട്ടുള്ളവർക്ക് ഒരിക്കലും വഴിമുട്ടി നിൽക്കേണ്ടി വരികയില്ല. നീ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് നട്ടം തിരിയുകയാണോ? നീ കുടുംബജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുകയാണോ? നിന്റെ ജോലി മേഖലയിൽ, ആരോഗ്യ മണ്ഡലത്തിൽ എന്ന് വേണ്ട ജീവിതത്തിന് വിവിധങ്ങളായ മേഖലകളിൽ വഴിമുട്ടി നിൽക്കുന്നൊരു വ്യക്തിയാണ് നീ എങ്കിൽ, ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്, ദൈവം വഴിയായിട്ടുള്ളവർക്ക് വഴിമുട്ടി നിൽക്കേണ്ടി വരികയില്ല. കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ഇറങ്ങി വന്ന് ആ കടലിനെ പരിശുദ്ധാത്മാവ് വിഭജിക്കുകയാണ്. 22 മുതലുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും, വരണ്ട നിലത്തിലൂടെ ഇസ്രായേൽ ജനം അത്ഭുതകരമായി ചെങ്കടൽ കടന്ന് മറുകരയെത്തുകയാണ്. ദൈവം അവരെ വഴി നടത്തുകയാണ്. ആ പ്രതിസന്ധിയുടെ നടുവിലൂടെ, ആ പ്രതികൂലത്തിന് നടുവിലൂടെ അത്ഭുതകരമായി തൻ്റെ ജനത്തെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുത ചിത്രമാണ് ഈ തിരുവെഴുത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആ വീഡിയോ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിച്ച് നോക്കിക്കേ. മോശ കൈവിരിക്കുന്നു, ഞങ്ങൾ വിഭജിക്കപ്പെടുകയാണ്. ആ വരണ്ട നില നിങ്ങൾ കണ്ടു. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് തന്റെ ജനത്തെ അക്കരയെത്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവം ചെങ്കടലിനെ വിഭജിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയ അത്ഭുതമായിരുന്നു ആ കടലിൻ്റെ അടിഭാഗം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് വരണ്ട ഭൂമിയാക്കി മാറ്റി. തൻ്റെ ജനത്തിനു വേണ്ടി ഡ്രൈ ലാൻഡ് ആക്കി, വരണ്ട ഭൂമിയായി കടലിൻ്റെ അടിഭാഗതയെ മാറ്റുകയാണ്. എന്താ കാര്യം? കർത്താവിനറിയാം തൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ കുഞ്ഞുങ്ങള്, തൻ്റെ യുവജനങ്ങള്, തൻ്റെ വൃദ്ധന്മാര് കടന്നു പോകേണ്ട വഴിയാണ്. തതുപ്പ് നിലം പോലെ ചേറും ചെളിയുമായിരുന്നാൽ ആ ചേറിൽ അനേകരും മുങ്ങിപ്പോകും. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ യാത്ര തടസ്സപ്പെടും. ഇത് മനസ്സിലാക്കിയ കർത്താവ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ കടലിൻ്റെ അടിഭാഗം വരണ്ട നിലമാക്കി മാറ്റുകയാണ്. ഇത് മാത്രം കർത്താവിൻ്റെ അത്ഭുതകരമായ സ്നേഹമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. എൻ്റെ സഹോദര സഹോദരി, ഈ വർഷാരംഭത്തിൽ കർത്താവ് എന്തിനാണ് ഈ ആലോചന നമുക്ക് തരുന്നത്? ഇന്ന് അനേകം ആയിരങ്ങൾ പലവിധ പ്രതിസന്ധികൾ മൂലം ഭാരപ്പെട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഭാരപ്പെട്ട് അസ്വസ്ഥരായി ആകുലതയോടെ ജീവിതം തള്ളി നീക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. ഇത് നമുക്കുള്ള സ്വർഗത്തിൻ്റെ ആലോചനയാണ്. എന്തുമാത്രം പ്രതിസന്ധിയുടെ നടുവിലും നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ കർത്താവ് വലിയവനാണ്. വീണ്ടും
മത്തായിയുടെ സുവിശേഷത്തിലോട്ട് നമുക്ക് വരാം. 14-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള തിരുവാക്യങ്ങൾ. അവിടെയും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ മനോഹരമായ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ് അക്കരയ്ക്ക് പോകുവാനായിട്ട്. 24-ഉം 25-ഉം വചനങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. വഞ്ചി കരയിൽ നിന്ന് അല്പം ദൂരം അകന്നു കഴിഞ്ഞു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ വഞ്ചി ആടി ഉറയാൻ തുടങ്ങി. ശിഷ്യന്മാർ ആകെ അസ്വസ്ഥരായി. ഈ സമയത്താണ് വെള്ളത്തിന് മുകളിലൂടെ നടന്ന് യേശു അവരുടെ അരികിലോട്ട് വരുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നത്? കാരണം തൻ്റെ പ്രിയപ്പെട്ടവർ വളരെ ഭയചകിതരാണ്, അവർ അസ്വസ്ഥരാണ്. അവരെ ഭയപ്പെടുത്തുന്ന ഏക വസ്തു വെള്ളമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത് അത് എൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്, അത് എൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. ആ പ്രതിസന്ധിയുടെ മേൽ കർത്താവ് ചവിട്ടി 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 നടന്നു വരികയാണ്. ഇതെന്തുമാത്രം അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഈ ഒരു റെവലേഷൻ, ഈ ഒരു വെളിപാട് അവർക്ക് ലഭിക്കുകയാണ്. ഈ വർഷാരംഭത്തിൽ കർത്താവ് ഈ ദൂത് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഭയപ്പെടുന്നത്? എന്താണ് നമ്മളെ ഭാരപ്പെടുത്തുന്നത്? നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന സകലതും കർത്താവിൻ്റെ പാദത്തിന് കീഴിലാണ്. അവിടുന്ന് സകലത്തിൻ്റെ മുകളിലാണ്. എല്ലാ ആധിപത്യങ്ങളും എല്ലാ അധികാരങ്ങളും കർത്താവിൻ്റെ കാൽച്ചുവട്ടിലാണെന്നുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഈ ഒരു വെളിപാട് ശിഷ്യന്മാർ കിട്ടുകയാണ്. ഉടനെ പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവേ, അത് നീയാണെങ്കിൽ ഞാനും ഈ വെള്ളത്തിന് മുകളിലൂടെ നിന്ന് നടന്നോട്ടെ. കർത്താവ് പത്രോസിനെ വിളിച്ചു, പത്രോസേ, നീ വരിക. അവൻ എന്ത് കണ്ടാണോ ഭയപ്പെട്ടിരുന്നത്? എന്തായിരുന്നു പത്രോസിൻ്റെ ഉള്ളിലുള്ള ആകുലത? ആ പ്രതിസന്ധിയുടെ മുകളിലൂടെ കർത്താവ് അവനെ ചവിട്ടി 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 നടത്തുകയാണ്. പ്രതിസന്ധികളുടെ മേൽ വഴി നടത്തുന്ന ദൈവം, പ്രതികൂലങ്ങളുടെ മേൽ വഴി നടത്തുന്ന ദൈവം. പഴയ നിയമത്തിൽ ചെങ്കടൽ കർത്താവ് വിഭജിച്ചെങ്കിൽ, വെള്ളം വിഭജിച്ചെങ്കിൽ, പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ വെള്ളം വിഭജിക്കുകയല്ല, ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ വഴി നടത്തുകയാണ്. നമ്മളിത് എന്തിനെ കുറിച്ചാണോ ഭയപ്പെടുന്നത് അതിൻ്റെ മുകളിലൂടെ നമ്മളെ വഴി നടത്തുവാൻ മതിയായവനാണ് കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഹൃദയം കർത്താവ് നൽകുന്ന സ്വസ്ഥതയിലോട്ട് വരട്ടെ. മനസ്സിൻ്റെ ആശങ്കകൾ, ആകുലതകൾ എല്ലാം വിട്ടുകളഞ്ഞ് ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിൽക്കുക. എല്ലാവരും നിമിഷം മുട്ടുകുത്തി നിന്ന് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. മോശ ദൈവത്തെ വിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മോശ, ടു മൂവ് ഓൺ, നീ മുൻപിലേക്ക് പോവുക. നിന്റെ കയ്യിലെ വടിയെടുത്ത് നീ കടലിനെ വിഭജിക്കുക. ഇന്ന് ഈ ദൂത് കർത്താവ് നമുക്ക് തരികയാണ്. ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേക ശക്തിയാൽ പ്രതിസന്ധികളെ വിഭജിക്കുക, പ്രതികൂലങ്ങളെ വിഭജിക്കുക, രോഗപീഠകളെ വിഭജിക്കുക, തകർച്ചകളെ വിഭജിക്കുക, എല്ലാ സാധ്യതകളും വിഭജിക്കുക. കാരണം ഞാൻ സർവശക്തനായ ദൈവമാണ്, ഞാൻ വഴി നടത്തുന്ന ദൈവമാണ്. കർത്താവിന്റെ ഈ വാഗ്ദാനത്തിൽ ഹൃദയം ഉറപ്പിച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ സ്വരമുയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, വഴി നടത്തുന്ന ദൈവമേ, അവിടുത്തെ കൃപയുടെ കരങ്ങൾ ഞങ്ങൾക്കായി ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. ഈ വർഷം കൃപയുടെ വർഷമായി തീരട്ടെ. 2018 ഈ പുതുവർഷം ആനന്ദത്തിന്റെ വർഷമായി, പ്രത്യാശയുടെ വർഷമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക കർത്താവ് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇത് അനുഗ്രഹത്തിന്റെ അഭിഷേകം നിറഞ്ഞൊഴുകുന്നു. ഒരിക്കൽ കൂടെ സ്വരമുയർത്തി വിളിക്കുന്നു, യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ കൃപ കൊണ്ട് നിറച്ചതിനായി, തിരുവചനങ്ങളിലൂടെ ഞങ്ങൾ ഉണർത്തിയതിനായി കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു.
നന്ദി പറയുന്നു. ഞാൻ ഹൃദയത്തിന് ആശങ്കകളെ മാറ്റി വഴി നടത്തുന്ന ദൈവത്തിന്റെ മനോഹരമായ പ്രവൃത്തി തിരുവചനങ്ങളിലൂടെ ഞങ്ങൾ കേൾപ്പിച്ച കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ആയതിനാൽ നമുക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. 2018 ഈ വർഷം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും. ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കും. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിത്തീരും. വെറുപ്പ്, വൈരാഗ്യങ്ങള്, പ്രതികാര ചിന്തകൾ ഞാൻ വിട്ടുപേക്ഷിക്കും. പാപമ്ലേച്ഛതകള് അകറ്റിക്കളഞ്ഞ് ഒരു വിശുദ്ധീകരണത്തിന്റെ, ഒരു സുവിശേഷീകരണത്തിന്റെ ജീവിതത്തിനായി ഞാനിതാ കർത്താവ് എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഒരു തീരുമാനം നമുക്കുണ്ടാകട്ടെ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് കർത്താവ് നമ്മളെ അധികമായി അനുഗ്രഹിക്കുന്നത്. പുതിയ പുതിയ തീരുമാനങ്ങൾ നമ്മൾ കർത്താവിനെ പ്രതി എല്ലാവരും എടുക്കണം. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ സകല നന്മകളും ആശംസിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ, പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന ദിവ്യ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ കർത്താവി ആരാധന ശുശ്രൂഷയോടെ നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ച്. ഈ വർഷം മുഴുവനും നമ്മളെ പരിപാലിക്കുവാൻ, നമ്മളെ കരുതുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ മതിയായ കർത്താവിന്റെ മുൻപിലാണ് നമ്മൾ കുടുംബമായി കടന്നു വന്നിരിക്കുന്നത്. 2018 ഈ വർഷം കർത്താവ് അനുഗ്രഹത്തിന്റെ വർഷമായി, കൃപയുടെ വർഷമായി, ആത്മനിറവിന്റെ വർഷമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയം നുറുകി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം ആയിരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം, അനേകം കുടുംബങ്ങളിലേക്ക് മഹത്വത്തിന് സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന സമയം, അനേകം നിയോഗങ്ങളെ കർത്താവ് ആശീർവദിക്കുന്ന സമയം, എല്ലാം മറന്ന് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ ശരണപ്പെട്ടുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, എൻ ദൈവമേ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. യേശു, 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 യേശു നാമത്തിന്റെ ശക്തി മനസ്സിലാക്കി വിശ്വാസത്തോടെ വിളിക്കുക. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ആശീർവദിക്കുന്ന സമയം നന്ദി കർത്താവേ. ഞങ്ങളിൽ ഇടപെടുന്നതിനായി, ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിനായി, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായി, ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വർഷം മുഴുവനും കർത്താവേ, അവിടുത്തെ പരിപാലനയിൽ, അവിടുത്തെ വിശുദ്ധിയിൽ, അവിടുത്തെ സ്നേഹത്തിൽ, അവിടുത്തെ കൃപയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ,